സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 നിയമങ്ങൾ. ഒരു സ്ത്രീ അവരുടെ ലിവിംഗ് പാർട്ണറോ അല്ലെങ്കിൽ ഹസ്ബൻഡ് റിലേറ്റീവ്സോ ഒക്കെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായൊക്കെ ഉപദ്രവിക്കുന്നതിന് അതിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിയമമാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്നത്. സ്ത്രീധനം വാങ്ങുന്നതും സ്ത്രീധനം കൊടുക്കുന്നതും ഇത് ഡിമാൻഡ് ചെയ്യുന്നതുമെല്ലാം ഈ നിയമപ്രകാരം കുറ്റകരമാണ്. ഇത് മാത്രമല്ല, ഈ നിയമപ്രകാരം ഡൗറി എന്ന് പറയുന്നത് ഗോൾഡ് ഓർണമെന്റ്സിന് മാത്രമല്ല, വാല്യൂബിൾ ആയ എന്തൊരു ഗുഡ്സിനെയും ഈ ഡൗറിയുടെ കീഴിൽ ഉൾപ്പെടുത്തും. അടുത്ത നിയമമാണ് പോഷ് ആക്ട് അഥവാ സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. ഈ നിയമം പറയുന്നത് ഒരു സ്ത്രീ വർക്ക് പ്ലേസിൽ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ അതിക്രമങ്ങൾക്കെതിരെയാണ് ഈ നിയമം സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അടുത്ത നിയമമാണ് മെറ്റർനിറ്റി ബെനിഫിറ്റ് ആക്ട്. ഈ നിയമം പറയുന്നത് ഒരു സ്ത്രീ അവർ ജോലി ചെയ്യുന്ന കാലയളവിൽ പ്രഗ്നന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ 26 ആഴ്ച ശമ്പളത്തോടു കൂടിയുള്ള ലീവ് അവർക്ക് നൽകണമെന്നാണ്. ഇത് പ്രഗ്നന്റ് ആവുന്ന ലേഡീസിന്റെ കാര്യം മാത്രമല്ല, ഒരു അമ്മയാകാൻ സ്ത്രീ ചൂസ് ചെയ്യുന്ന വഴി അഡോപ്ഷനോ അല്ലെങ്കിൽ സറോഗസി ആണെങ്കിൽ കൂടി ഈ മെറ്റർനിറ്റി ബെനിഫിറ്റ് ആക്ടിന്റെ കീഴിൽ ശമ്പളത്തോടുള്ള ലീവിന് അവർക്ക് അവകാശമുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. ഈ നിയമപ്രകാരം ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ വേതനം തന്നെ ഉറപ്പാക്കണമെന്നാണ് ഈ നിയമം പറയുന്നത്. സെക്ഷൽ ഡിസ്ക്രിമിനേഷൻ്റെ പേരിൽ ട്രെയിനിങ്ങിലോ അല്ലെങ്കിൽ പ്രൊമോഷനോ ഈ ഒരു ജോലി അടിസ്ഥാനത്തിലുള്ള മറ്റെന്ത് കാര്യത്തിലും ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ലെന്നാണ് ഈ നിയമം പറയുന്നത്.